Hi my dear children, welcome back to another class. So today's class is about to tense. So എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ സേഫ് ആൻഡ് സൗണ്ട്. സോ ലെറ്റ്സ് കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഈസി മെത്തേഡിൽ ടെൻസ് ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെൻസ്, എന്താണ് ടെൻസ്. നമ്മൾ ഒത്തിരി കേട്ട് കാണുമല്ലേ ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ. ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, വീണ്ടും 4 ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതെങ്ങനെ വളരെ ഈസിയാക്കി മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടെൻസിലേക്കൊക്കെ കടക്കുന്നേക്കാൾ മുന്നേ ഒരൊറ്റ ക്വിക്ക് ക്വസ്റ്റ്യൻ. സമയം ഇപ്പം എത്രയായി? ഇപ്പോൾ സമയം എത്രയായി? എനിക്കിവിടെ 8:30 ആവുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സമയം ചോദിച്ചത്? പെട്ടെന്ന് ക്ലാസ്സിൻ്റെ ഇടയിൽ എന്താ സമയം ചോദിക്കാൻ കാരണം? ടെൻസും സമയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ടെൻസും സമയവും. എന്താണ് ടെൻസും സമയവും തമ്മിലുള്ള ബന്ധം? ഓക്കെ, ടെൻസും സമയം തമ്മിലുള്ള ബന്ധം പറഞ്ഞേക്കാൾ മുന്നേ വേറൊരു ക്വസ്റ്റ്യനും കൂടിയും മിസ് ചോദിക്കട്ടെ. വെർബ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ടെൻസ് പഠിക്കുന്നേക്കാൾ മുന്നേ വെർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ടെൻസ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം വളരെ ചുരുക്കി വെർബ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വെർബാണ്. അത്രയും മനസ്സിലാക്കുക. എല്ലാ പ്രവൃത്തികളും, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്താണ്? വെർബാണ്. ഓക്കെ, ഇനി സമയത്തിലേക്ക് വരാം. ഈ എല്ലാ ആക്ഷനും, ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നതും ഓരോ സമയത്താണല്ലോ. ആണ്, ഓരോ ആക്ഷൻസും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് ഒക്കെ സമയത്താണ്. ഓരോ സമയത്താണ്. സമയവും നമ്മുടെ ലൈഫും, സമയമില്ലാതെ ലൈഫും നമുക്കില്ല അല്ലേ? കാരണം നമ്മൾ ഓരോ നിമിഷവും സമയമാണ്. ഓരോ നിമിഷത്തിലും നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ എല്ലാം നമ്മളുമായി ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ടെൻസ്. നമ്മളുമായിട്ട് ഏറെ അടുപ്പമുള്ളൊരു ചങ്ങാതിയാണ് ടെൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് മാത്രം. ആ ഒരു ക്ലോസ് ഫ്രണ്ടിനെ നന്നായി ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വളരെ സിമ്പിളാണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെൻസിലേക്ക് കിടക്കാം. മിസ് പറഞ്ഞു വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് അബൌട്ട് ആക്ഷൻ. ഓക്കെ, ഡൺ, വെരി ഗുഡ്. ദെൻ ടെൻസ് ടെൽസ് അബൌട്ട് ടൈം. ടെൻസ് ഇറ്റ് ടെൽസ് അബൌട്ട് ടൈം. യെസ്, സമയം തന്നെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ഷൻ ആണ് വെർബെങ്കിൽ സമയം എന്താണ്? ഈ ആക്ഷൻ സംഭവിക്കുന്ന സമയം എന്താണ്? ടെൻസ് ആണ്. സംശയം തീർന്നോ? ആക്ഷൻസ് വെർബാണെന്ന് നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഓരോ ആക്ഷനും സംഭവിക്കുന്ന, ഓരോ ആക്ഷനും സംഭവിച്ച സമയമാണ് ടെൻസ് എന്ന് പറയുന്നത്. തീർന്നു? ടെൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. ഇനി 3 ടെൻസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 3 ടെൻസ് ആണ് നമുക്കുള്ളത്. പേരിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രസന്റ്, വാട്ട് ഈസ് പ്രസന്റ്? നൗ, അറ്റ് പ്രസന്റ് അല്ലേ? മമ്മൂക്കാൻ ഓർക്കുക, അറ്റ് പ്രസന്റ്, നൗ. യെസ്. സോ പ്രസന്റ് ഇപ്പം നടക്കുന്ന കാര്യം. ഓക്കെ, പ്രസന്റ്, റൈറ്റ് നൗ. പാസ്റ്റ്, കഴിഞ്ഞു, ഇന്നലെ സംഭവിച്ചു, അത് ഇന്നലെ തന്നെ തീർന്നു. ദാറ്റ് ഈസ് പാസ്റ്റ്. അല്ലെങ്കിൽ അതുക്കു മുന്നേ സംഭവിച്ചു, തീർന്നു. വാട്ട് ഈസ് ദാറ്റ്? പാസ്റ്റ്. യെസ്. ദെൻ ഫ്യൂച്ചർ. നിന്നിൽ ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള വേർഡ് അത് തന്നെയാണിത്, ഫ്യൂച്ചർ. ഇപ്പൊ ഇല്ല, പക്ഷേ ഉണ്ടാവാം. സോ സംഭവിക്കാം, സംഭവിക്കും. ദാറ്റ് ഈസ് ഫ്യൂച്ചർ. എത്ര സിമ്പിളാ. അപ്പൊ ആദ്യം ടെൻസ് ഈ 3 രൂപം അവരുടെ സമയം മനസ്സിലാക്കി വെക്കുക. ഓരോ പോയിന്റും വ്യക്തമായി ശ്രദ്ധിക്കുക. ഒരുവിധ കൺഫ്യൂഷനും വേണ്ട, ഡൗട്ട്സും വേണ്ട. പ്രസന്റ്, റൈറ്റ് നൗ. പാസ്റ്റ്, ഇറ്റ്സ് ഡൺ നൗ, കഴിഞ്ഞു, തീർന്നു, ഇന്നലെ തുടങ്ങി, ഇന്നലെ അവസാനിച്ചു. ഫ്യൂച്ചർ, നാളെ. സോ ഈ സംശയം ഇവിടെ തീരെ ഇല്ലാതാക്കാൻ. കാരണം മിസ്സിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മിസ് ചെറിയ ക്ലാസ്സിൽ ടെൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരടുത്ത് ഞാൻ എക്സസൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത്
നമുക്ക് ഓരോ ഓരോ സെന്റൻസിലും ടെൻസ്, അതിന്റെ ടെൻസ് ഏത് വെർബ്, ഓരോ വെർബ് ഏത് ടെൻസിലാന്ന് കണ്ടുപിടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ടെൻസിലെ ഓരോ സെന്റൻസ് എഴുതാനൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ കുട്ടികൾക്ക് സംശയം, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണോ അതോ ഇന്നത്തേതാണോ, പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ കഴിഞ്ഞതാണോ, അങ്ങനെ അവർക്ക് സ്റ്റിൽ അവരുടെ മനസ്സിൽ കംപ്ലീറ്റ് കിടന്ന് കറങ്ങുക. അത് ഒഴിവാക്കാൻ വേണ്ടി ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി സീക്രട്ട്. നമ്മുടെ സ്വന്തം ഒരു പെറ്റ് നെയിം നമ്മൾ ഇവർക്ക് ഇടാൻ പോവാണ്. ഓക്കെ, പ്രസന്റ്, ടുഡേ. നിങ്ങൾ എന്തോർക്കണം? ടുഡേ, പ്രസന്റ് ടുഡേ. പാസ്റ്റ്, യെസ്റ്റർഡേ, യെസ്റ്റർഡേ. ഓക്കെ, യെസ്റ്റർഡേ. ദെൻ ഫ്യൂച്ചർ, ടുമോറോ. ഇത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, പ്രസന്റ്, ടുഡേ, പാസ്റ്റ്, യെസ്റ്റർഡേ, ഫ്യൂച്ചർ, ടുമോറോ. ഇത്ര ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ലേ? ഇത് നേരെ മനസ്സിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്ത് തീർന്നു? ഡൗട്ട്സ് തീർന്നു. ഇവരുടെ ഏത് സമയത്താണ് എന്നുള്ള സംശയം. ഈ ടുഡേ എന്നതിന് കൂടെ എവറി ഡേ എന്നും കൂടി ചേർത്താൽ വളരെ നന്നായി. ഇയാൾക്ക് മാത്രം 2 പെറ്റ് നെയിം ആയിക്കോട്ടെ. ടുഡേ ഓർ എവറി ഡേ. ദെൻ പാസ്റ്റ്, യെസ്റ്റർഡേ, കഴിഞ്ഞു. ഫ്യൂച്ചർ, ടുമോറോ, നാളെ സംഭവിക്കാൻ പോകുന്നു. ഇത് അങ്ങോട്ട് ഫീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്യേ വേണ്ട. നമുക്ക് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സംഭവം അത്. അപ്പൊ ടെൻസ് എന്താണെന്നും അത് ഏത് സമയത്താണ്, ഏത് ടെൻസ് ഏത് സമയത്താണെന്ന് മനസ്സിലാക്കിയോ? കഴിഞ്ഞു. സോ അഗെയിൻ, പ്രസന്റ്, ടുഡേ ഓർ എവറി ഡേ, പാസ്റ്റ്, യെസ്റ്റർഡേ, ഫ്യൂച്ചർ, ടുമോറോ. ഇന്ന് അല്ലെങ്കിൽ എന്നും. പാസ്റ്റ്, യെസ്, ഇന്നലെ. ഫ്യൂച്ചർ, നാളെ. കണ്ടോ, നാളെ സംഭവിക്കുന്ന കാര്യങ്ങൾ, സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിലാണ്. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിലാണ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് ടെൻസിലാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി ടെൻസ് ബുദ്ധിമുട്ടാന്ന് പറയാനേ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഓരോ ടെൻസും, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഹീറോ ടെൻസ് ആണെങ്കിൽ ആള് ട്രിപ്പിൾ റോൾ ആണ് ചെയ്യുന്നത്. ഓക്കെ, പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എന്ന 3 ഡിഫറെന്റ് ക്യാരക്ടറാണ് മൂപ്പര് ചെയ്യാൻ പോകുന്നത്. ഇനി ചില്ലറക്കാരനല്ല. ഈ ഓരോ റോളും വളരെ ഇലാബറേറ്റ് ആയിട്ട്, വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ ടെൻസ്. അതായത് ഓരോ ടെൻസിനും വീണ്ടും 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ ഇതിനേക്കാൾ സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ആദ്യത്തെ ടെൻസായ പ്രസന്റ് ടെൻസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കും. ഓക്കെ, പയ്യെ പഠിച്ചാൽ മതി, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ സംശയമില്ലാതെ പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഇന്ന് ഞാൻ എന്താ പറഞ്ഞത്? ഈ 3 ടെൻസിന്റെ പേരും പറഞ്ഞു, 3 ടെൻസിന്റെ സമയവും ഏതാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതുക. അപ്പൊ നിങ്ങളത് ഏത് ടെൻസിലാണ് എഴുതുന്നത്? പ്രസന്റ് ടെൻസിലാണ്. ഇന്നലെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ എഴുതണം പ്ലീസ്. യെസ്, പാസ്റ്റ് ടെൻസിലാണ് നിങ്ങൾ എഴുതുന്നത്. ദെൻ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓക്കെ, പ്ലീസ് റൈറ്റ് അബൌട്ട് ഇറ്റ്. നാളത്തെ നിങ്ങളുടെ 2-3 ചെറിയ പ്ലാൻ എന്തിലാണ് അത് എഴുതുക? ഫ്യൂച്ചർ ടെൻസിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ മിസ്, എനിക്ക് ഇത് ഓരോ ടെൻസിനും എങ്ങനെ എഴുതുക എന്താണെന്ന് അറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കില്ലല്ലോ, അത് വെച്ച് എഴുതിയാൽ മതി. തെറ്റിക്കോട്ടെ, പക്ഷെ എഴുതിയത് നിങ്ങൾ എടുത്ത് വെക്കണം. കാരണം നമ്മൾ അടുത്ത ഓരോ ടെൻസും കൂടുതൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എഴുതിയത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എഴുതുന്നതിൽ തെറ്റു വരുമ്പോൾ എങ്ങനെ എഴുതുന്നതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ എങ്ങനെയാണോ അറിയുന്നത് അതുപോലെ എഴുതുക. അതിൽ തെറ്റുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. ഓക്കെ, വി ആർ ഓൾവേസ് വെൽക്കം മിസ്റ്റേക്സ്. ഓക്കെ, നമ്മൾക്ക് തെറ്റി പഠിച്ചാൽ മതി. തെറ്റി പഠിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ പെർഫെക്റ്റ് ആവുക. ഓക്കെ, അതുകൊണ്ട് തെറ്റുമോ, എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ, അയ്യോ എനിക്ക് എഴുതാൻ അറിയില്ല, എന്നെ കൊണ്ടത് പറ്റില്ല. നോ, ഒരിക്കലും അത് ചെയ്യരുത്. എന്നെ കൊണ്ടത് പറ്റും, എനിക്ക് എന്താണോ അറിയുക അത് വെച്ച് ഞാൻ എഴുതും. ഓക്കെ, യെസ്, ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. വെറുതെ ഞാൻ ഈ ടെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക 3 ടെൻസും ഏത് കാലമാണ്, ഏത് രൂപം, ഏത് സമയമാണ്. ഓക്കെ, ആദ്യത്തെ ആ ഒരു സംഭവങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ദയവ് ചെയ്ത് എഴുതുക അറിയുന്ന ലാംഗ്വേജ് വെച്ച്. എന്താണോ നിങ്ങൾക്ക് അറിയുക അത് വെച്ച്, ഏത് ഹെൽപ്പിംഗ് വെർബ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നെവർ മൈൻഡ്. ഓക്കെ, നമ്മൾ ഓരോ ടെൻസ് പഠിപ്പിക്കുമ്പോഴും ഓരോ ടെൻസിൻ്റെ കൂടുതൽ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോഴും നിങ്ങൾ എഴുതിയ ആ സെൻറ്റൻസ് നിങ്ങൾ തന്നെ നോക്കി തിരുത്തും. അത് 100% ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. വെരി ഗുഡ്. ഓക്കെ, സോ
വി ഗോണ വൈൻഡ് അപ്പ് ടുഡേ. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എഴുതുന്ന കാര്യം മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് എങ്കിലേ നമ്മൾ ചെയ്യുന്ന ഈ എഫേർട്ടിനൊരു ഫലം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പഠനം ഒരിക്കലും നമുക്കൊരു ഭാരമാവരുത്. അത് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അറിവിന് വേണ്ടി പഠിക്കുക. യെസ്, സോ see you on next video. Okay, stay tuned now. Bye.